രാധേ രാധേ, ഗുഡ് മോർണിംഗ്. 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, മതം മാറി വിവാഹം കഴിക്കരുത്. പക്ഷേ ഒരേ മതക്കാർ അതിലെ പല വിഭാഗങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചുള്ളൂ. ഈഴവര് നായരെയോ നായർ ഈഴവരെയോ അങ്ങനെയൊക്കെ വിവാഹം കഴിച്ചുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ലതാ സുബ്രഹ്മണ്യം എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ വായിക്കാം. സാറേ, നായർ ഈഴവരെ പ്രണയിച്ചാൽ എങ്ങനെ ശരിയാകും? വീഡിയോ കാണുമ്പോൾ സംശയം ചോദിച്ചു മനസ്സിലാക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്ന് ഓർത്ത് ചോദിച്ചതാണ് കേട്ടോ. അഹങ്കാരമല്ല. എത്രയായാലും ഒരു നായർ ഈഴവനെ പ്രണയിച്ചാലും പേരൻസ് എങ്ങനെ മറ്റുള്ളവരെ അഭിമുഖീകരിക്കും എന്നതാണ് ചോദ്യം. നോക്കൂ, ഞാൻ പറഞ്ഞത് മതം മാറി കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ മാറി ആരാധിക്കേണ്ടി വരും. ഒരു ഹിന്ദു ക്രിസ്ത്യാനിയാണ്, ഒരു ഹിന്ദു പെൺകുട്ടി ക്രിസ്ത്യനെ വിവാഹം കഴിച്ചാൽ അവള് പോയിട്ട് എന്ത് ചെയ്യണം? പള്ളിയിൽ ചെന്ന് ക്രിസ്ത്യന്റെ പ്രാർത്ഥന ചൊല്ലേണ്ടി വരും. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഇസ്ലാമിനെ വിവാഹം കഴിച്ചാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ നായരും ഈഴവരും തമ്മിൽ വിവാഹം ചെയ്താൽ എന്താ കുഴപ്പം? അത് മതഭ്രാന്താണ്. ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് നാരായണ ഗുരു ഞങ്ങൾ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്ന് പറഞ്ഞത്. നോക്കൂ, ഒരു നായര് ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? എൻ്റെ കൃഷ്ണൻ നായരെ എന്നെ രക്ഷിക്കണമെന്ന് പറയുമോ അവിടെ ഇരുന്നുകൊണ്ട്? അല്ലെങ്കിൽ ഓം ക്ലീം കൃഷ്ണൻ നായരായ സ്വാഹ എന്ന് പറയുമോ? ഒരു ഈഴവൻ ചെന്ന് കഴിഞ്ഞാൽ ഓം ക്ലീം ഈഴവ കൃഷ്ണായ നമ എന്ന് പറയുമോ? അങ്ങനൊന്നുമില്ല. രണ്ടുപേരും തമ്മിൽ സംസ്കാരത്തിലും വലിയ വ്യത്യാസമില്ല. ദൈവവും ഒന്ന് തന്നെ. ഒറ്റ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. ചെറുക്കൻ അല്ലെങ്കിൽ പെണ്ണ് നല്ല കുടുംബത്തിൽപ്പെട്ടതാണോ? നല്ല സ്വഭാവമാണോ? ജോലിയുണ്ടോ? അത് നിങ്ങൾ നോക്കിയാൽ മതി. അതുണ്ടെങ്കിൽ ഒരു നായരും ഈഴവയും തമ്മിൽ വിവാഹം കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ എന്ന് മാത്രവുമല്ല, നായരും അല്ലെങ്കിൽ ഈഴവയും തമ്മിലാ കെട്ടുന്നതെന്ന് ഇരിക്കട്ടെ, അത് എത്ര എണ്ണം അടിച്ചു പിരിയുന്നു? അത് തന്നെയല്ല, ചെറുക്കന് ജോലിയും കൂലിയും അല്ലെങ്കിൽ പെണ്ണിന് ജോലിയില്ല, സ്വഭാവം നല്ലതല്ലെങ്കിലോ? അതാണ് നാണക്കേടെന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിൽപ്പെട്ട ലീന പറഞ്ഞ ഒരു അഭിപ്രായവും കൂടെ, ലീന പറഞ്ഞ ഒരു അഭിപ്രായം കൂടെ ഞാൻ പറഞ്ഞു തരാം. ലീനയുടെ ഒരു റിലേറ്റീവ് ഈഴവയാണ്. ആ കുട്ടി എന്ത് ചെയ്തു? ഒരു നായര് പയ്യനെ പ്രണയിച്ചു. അവർ തമ്മിൽ സ്നേഹത്തിലായി. അപ്പോൾ ഈ വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമില്ല. അവർക്ക് നായർക്ക് കൊടുക്കാൻ മനസ്സില്ല. ഈഴവനെ കൊണ്ട് തന്നെ കെട്ടിക്കണം. അപ്പോൾ അവർക്കൊരു ഡോക്ടറുടെ ആലോചന വന്നു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇത് വിവാഹം ചെയ്താൽ മതി. പിറ്റേന്ന് ഡോക്ടർ കാണാൻ വരാനിരിക്കുമ്പോൾ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇന്നും അവരുടെ ദുഃഖം മാറിയിട്ടില്ല. ഇത് അന്ധമായ മതഭ്രാന്തിന്റെ ഒരു റിസൾട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഒരേ മതത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ, ഒരേ മതത്തിൽപ്പെട്ട പല വിഭാഗങ്ങളാണെങ്കിൽ അത് സാരമില്ല. നല്ല ജോലിയുണ്ടോ? അന്തസ്സുള്ള കുടുംബമാണോ? പൊന്നുപോലെ മോളെ നോക്കുമോ? അല്ലെങ്കിൽ മോള് നല്ലതാണോ? ഇങ്ങനെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.